അത് കിടക്കാ ചേട്ടാ, പറന്ന് ചാടിയെങ്കിൽ വന്നു കേട്ടാ, സൂപ്പർ. എല്ലാവരും ഞെട്ടി കേട്ടാ, കണ്ടുകൊണ്ടിരുന്നവരൊക്കെ ഞെട്ടി. ഓ, തലയിടിച്ച് വീണ് കേട്ടാ, എല്ലാം പറ്റിയാന്തോ അല്ലേ. കളി കൊള്ളാമോ? നമ്മളെ ജയിച്ച ടീമിന് മെഡലുണ്ട്. നിങ്ങളെല്ലാവരും ഒരേ പ്ലേസ് ആണോ കാസർഗോഡ്? അല്ലല്ല, നമ്മുടെ നാട്ടിൽ ആവേശം പറഞ്ഞ് നമ്മുടെ നാട്ടുകാരും ഉണ്ട്. കണ്ടില്ലേ വൈബ്? അപാരമായ ക്യാച്ചുകളും പോയിന്റ് എടുപ്പും എല്ലാം കൊണ്ട് നല്ല സമ്പന്നമാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് കബഡി മീറ്റ്. നിങ്ങൾ കാണണം, ഒരിക്കലും മിസ് ചെയ്യരുത്. ഫുൾ വീഡിയോ കാണണം കേട്ടോ. അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചാമ്പ്യൻഷിപ്പാണ് ഇത്. കാരണം ഇത് ആദ്യമായിട്ട് നടപ്പാക്കുകയാണ്. അണ്ടർ 18 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ബീച്ച് കബഡി മുതലായ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു കാറ്റഗറി കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റർനാഷണൽ പരിപാടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് സംഘടിപ്പിക്കുന്നത്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് ഒരു ഉപകാരപ്രദമായ സംഗതിയാണ്. ഇതിന് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഒബ്സർവർ വന്നിട്ട് കേരള സ്പോർട്സ് കൗൺസിലിന്റെ എല്ലാവിധ അംഗീകാരത്തോടും കൂടിയിട്ടാണ് നടത്തുന്നത്. പിന്നെ പഴയ മാതിരിയല്ല, കബഡി ഇപ്പം മറ്റ് ഗെയിമുകളെ പോലെ തന്നെ എല്ലാ ജോലിക്ക് വേണ്ടിയിട്ടും ഉപരിപഠനത്തിന് വേണ്ടിയിട്ടും എല്ലാവിധ സർട്ടിഫിക്കറ്റുകൾ, അനുയോജ്യമായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പഴയ മാതിരിയല്ല, ഇപ്പോൾ കളി കഴിഞ്ഞ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പോർട്സ് കോട്ടയ്ക്ക് നിയമനം ലഭിക്കാൻ ഇത് ഉപര്യാപ്തമാകുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിലും അനുദിനം വളർന്നുകൊണ്ടിരിക്കും. നമസ്കാരം. നമ്മൾ ഇന്നലെ ഒരു കിടിലം ഗേൾസിൻ്റെ കബഡി കണ്ടു. ഇന്ന് ആൺകുട്ടികളുടെ സൂപ്പർ തീവാറുന്ന പോരാട്ടങ്ങൾ നമുക്കിന്ന് കാണാം. അകത്ത് മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു പ്ലേസ് ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അത് പക്ഷേ കുറച്ച് ഇരുട്ടായിരുന്നു രാത്രി. അപ്പോൾ എൻ്റെ പുറകിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിമനോഹരമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ടൊരു സിന്തറ്റിക് ട്രാക്കിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ കിടിലം ഒരു നാഷണൽ ലെവൽ ഒരു സ്റ്റേഡിയമായിട്ട് മാറാവുന്ന ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നടക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ മീറ്റാണ് അണ്ടർ 80 കബഡി ചാമ്പ്യൻഷിപ്പ്, കേരള കബഡി ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിൻ്റെ തീവാറുന്ന ആൺകുട്ടികളുടെ പോരാട്ടങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കുറച്ച് പേരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇന്നലെ. ഇന്നും കുറേ പേരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടാം. ഇവിടുത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. കാണോ? കബഡി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? നമ്മുടെ ഈ ഒരു ഓണത്തിനൊക്കെ കളിക്കുന്ന ചെറിയൊരു ഗെയിമായിട്ടൊക്കെ അല്ലേ. പക്ഷേ അത് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ അടിച്ചിട്ടുള്ള ഗെയിമുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കബഡി എന്ന് പറയുന്ന. വേൾഡ് കപ്പിലായാലും എന്ത് ഗെയിമിലായാലും കാണികളൊക്കെ സെറ്റാണ്. ആൾക്കാരും എല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് കളി തുടങ്ങിയാൽ മതി. ടീമുകളൊക്കെ എത്തി, എല്ലാവരും നല്ല ഫുൾ ഓണായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് കബഡി മീറ്റ് കാണാനായിട്ട് കൊല്ലത്ത് പരവൂര് പുത്തൻകുളത്താണ് ഈ ഒരു ഗെയിം നടക്കുന്നത്. ചാണക്യ കബഡി അക്കാഡമി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അവരാണിത് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ അവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അവരില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മാച്ച് ഇവിടെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു. പിന്നെ കബഡി ടെക്നിക്കൽ കമ്മിറ്റി എല്ലാവർക്കും സൂപ്പർ ക്യാച്ച് കേട്ടോ. മാച്ച് ഒന്നിന് മെച്ചമായിട്ടാണ് ഓരോ കളി നടക്കുന്നത്. അവരുടെ ക്യാച്ചും കണ്ടില്ല, അതിൻ്റെ അടുത്തുനിന്നൊക്കെ ഇത് നോക്കിയെടുത്തുകൊണ്ട് പോയേട്ടാ. സൂപ്പർ. അപ്പോൾ ഇവർ ഫുള്ളി എക്സ്പീരിയൻസ്ഡാണ്. ഈ ഒരു മീറ്റിന് വേണ്ടിയിട്ട് അവർ എത്ര ദിവസത്തെ തയ്യാറെടുപ്പായിരുന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ കളി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹാഫ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ടെക്നിക്കൽ ടൈം ഔട്ടൊക്കെ എടുത്ത് ഇവർ ഇങ്ങനെ ഓരോ പ്ലാനുകൾ മാറ്റിയും തിരിച്ചുമൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഞാൻ കളിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഉണ്ട്. ഇത് നമ്മളെ സീനിയറാണ് സർമണ്ണൻ. പുള്ളി ഇന്ത്യൻ ക്യാമ്പും എല്ലാം ആണ്. പ്രോ കബഡി പ്ലെയറാണ്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അങ്ങേ അറ്റത്തിരിക്കുന്നത് വിഷ്ണു, ഇത് ഷിജിത്ത്, ഇത് സ്കൂളിലെ സാറാണ്. വിഷ്ണുവിനെ പ്രത്യേകം പരിചയപ്പെടുത്താൻ നമ്മുടെ സ്പോർട്സ് കൗൺസിലിലെ ഹോസ്റ്റലിലെ സാറാണ്, നമ്മുടെ ഗേൾസ് ടീമിൻ്റെ അല്ലേ, ഗേൾസ് ടീമിൻ്റെ കോച്ചാണ്. ഇപ്പോഴത്തെ ഒരു കബഡിയും നമ്മൾ പണ്ട് തറയിൽ കളിച്ച മണ്ണിൽ കളിച്ച ആ ഒരു കളിയും തമ്മിൽ എന്തോ തോന്നുന്നുണ്ട്. അതായത് പണ്ട് കാലത്തായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, മൺകോട്ടുകളിലായിരുന്നു നമ്മളെല്ലാം സ്റ്റാർട്ടിങ് കബഡി കളിച്ച് തുടങ്ങുന്നത്. കാരണം വല്ലപ്പോഴും നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മീറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടാണെന്ന് തോന്നുന്നു നമ്മള് മാറ്റിലോട്ട് കളി കളിച്ചിട്ടുള്ളൂ. ഇഞ്ചുറീസ് കൂടുതലായിരുന്നു. ഇഞ്ചുറീസ് അല്ല, നമ്മളെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച് മണ്ണിലുണ്ടാവുന്നത് ചെറിയ മുറിവുകൾ, ചതവുകൾ അങ്ങനെ ഉള്ളായിരുന്നു. പക്ഷേ മണ്ണിൽ നിന്ന് മാറ്റിലോട്ട് വന്നപ്പോഴാണ് ശരിക്കും ഇഞ്ചുറികൾ കൂടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വന്നിരിക്കുന്നത് മാറ്റിലോട്ട് പ്ലേയേഴ്സ് ആയപ്പോഴാണ്. പണ്ടെന്ന് പറയാൻ ലോങ് ലാസ്റ്റിംഗ് കരിയർ ആയിരുന്നു പ്ലേയേഴ്സിന്. അതായത് ഇപ്പോൾ ഒരു 5, 6, 7 വർഷത്തിൽ കൂടുതലെല്ലാം പ്ലേയേഴ്സ് കളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 4 വർഷം അല്ലെങ്കിൽ 5 വർഷവും. തേർഡ് റൈഡിന് പോയിന്റ് എടുക്കണം, അങ്ങനെയല്ല സ്ലോ കളി. ഇപ്പൊ മൂന്നാമത്തെ റൈഡും പോയിന്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു പണ്ടത്തെ ഇത്. അപ്പൊ ഈ നിയമം മാറിയപ്പം
അത് കളീനെ ഏതെങ്കിലും രീതി ബാധിച്ചിട്ടുണ്ടോ? കളി കാണാൻ നല്ല രസമായിട്ടുണ്ട്, നല്ല ഫാസ്റ്റ് ആയിട്ട്, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഫാസ്റ്റ് ആയി. മറ്റേ ഒരു 5 പോയിന്റ് ലീഡ് കഴിഞ്ഞാൽ അവര് ബൾക്കിനകത്തോട്ട് കയറത്തില്ല, അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ഗെയിം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, ആൾക്കാർക്ക് കാണാൻ പറ്റും. പക്ഷെ മാത്രമല്ല ഈ പ്രോ കബഡി പോലെയൊക്കെ വന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പ്ലേയേഴ്സ് നല്ല ഇപ്പൊ കാണികൾക്ക് വരെ പ്ലേയേഴ്സിനെ അറിയാൻ പറ്റും, കളി അറിയാം. പിന്നെ പ്രോ കബഡി വന്നതിന് ശേഷം എല്ലാ പ്ലേയേഴ്സിനെ അറിയാൻ പറ്റും, ഗെയിം എങ്ങനെയാണെന്ന് അവർക്കറിയാൻ പറ്റും, കൂടുതലും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ആ ഓരോ സമയത്ത് മാച്ച് ലൈവ് ആണ് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മാച്ച് ലൈവാ. എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ലൈവ് ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ മിസ്റ്റേക്ക് അവർ ഓരോ കളികൾ കണ്ടെത്തിയിട്ട് എല്ലാവർക്കും തിരുത്താൻ വരാൻ പറ്റും. നമ്മൾ കളിച്ചേക്കുന്നത് നമുക്ക് എന്ന് വെച്ചാ ഇപ്പോഴുള്ള പിള്ളേര് ഈ കണ്ടല്ലേ അവന്റെ മോനാണ് എന്തൊരു കളി, അവന്റെ ഇത് അവൻ ഇത്രയും തന്നെ. പണ്ട് നമ്മൾ കളിക്കുമ്പോ അവര് നിക്കറും മന്യനും ഇട്ട് അവിടെ എവിടെ ചെരുപ്പില്ല, ആ ഒരു ലെവലിലുള്ള ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല സ്വീകാര്യത വന്ന് അല്ല, ഗെയിമില് പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് ഇപ്പൊ പ്രോ കബഡി വന്നതോടുകൂടി തന്നെ നമ്മളെ ഗെയിമിന്റെ പോപ്പുലാരിറ്റി വളരെ അന്ന് പണ്ടത്തെ കഴി എന്ന് പറയുന്ന ഗെയിമിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. അത് പോപ്പുലാരിറ്റി വൈസ് തന്നെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഇഷ്ടാതിഥികളൊക്കെ ഉണ്ടെങ്കിൽ പ്ലെയേഴ്സിനെ പരിചയപ്പെടും. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വാശിയേറിയ സെമി ഫൈനലാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു കളി നിങ്ങൾ ഫുള്ള് കാണണം. ഇപ്പം കളി പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും പുതിയ സ്കില്ലും കാര്യങ്ങളും ഒക്കെ അവർക്ക് തന്നെ പഠിക്കാൻ പറ്റും. നമ്മൾ ആ സ്റ്റേറ്റ് മീറ്റാണ്. അപ്പോൾ അത്ര ക്വാളിറ്റിയുള്ള മാച്ചുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗേൾസ് കബഡിയുടെ. ഇത് ബോയ്സിൻ്റെ അണ്ടർ-18 കബഡി ചാമ്പ്യൻഷിപ്പാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റ് ആനുകൂല്യമൊക്കെ ഉള്ളതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. കാസർഗോഡും മലപ്പുറമാണ് ഇപ്പോൾ ഈ ഒരു സെമി ഫൈനൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് കഴിഞ്ഞാൽ വാശിയേറിയ ഒരു ഫൈനലൂടെ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ഫൈനലും കൂടി നമുക്ക് വാച്ച് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളും കബഡിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു അനുഭവമായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക്. അടുപ്പിച്ച് ഒരു 2 റൈഡ് പോയിട്ടില്ലാതെ പോവാം. ഈയുടെ ക്യാച്ചായി, ഈയോ ഹമ്പൻ ചാട്ടമായിരുന്നു കേട്ടോ, പക്ഷേ ക്യാച്ചായി. അപ്പോൾ നമ്മൾ 3ാമത്തെ റൈഡ് ഉറപ്പായിട്ടും പോയിന്റ് എടുക്കണം. അതിനാണ് 3rd റൈഡ് എന്ന് റഫറി എടുത്തു പറയുന്നത്. അപ്പോൾ അടുപ്പിച്ച് 2 റൈഡ് പോയിന്റ് എടുക്കാതെ വന്നാൽ 3ാമത്തെ റൈഡ് ഉറപ്പായിട്ടും നമ്മൾ ഒരു പോയിന്റിന് വേണ്ടി ശ്രമിക്കണം. ഒന്നുകിൽ പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ അവിടെ ക്യാച്ചാകും. കളി നല്ല വാശിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈയോ അടിപൊളി ക്യാച്ചുകളും അടിപൊളി പോയിന്റ് എടുപ്പുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ 2 പേരുള്ളപ്പം ക്യാച്ച് ചെയ്യാനും പോയിന്റ് എടുക്കാനും അത് സൂക്ഷിച്ചു വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഈയോ ക്യാച്ചായണ്ടല്ല, ആകെ 2 പേരേ ഉള്ള ഒരു കിട്ടിലുമായിട്ട് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇതിന് സൂപ്പർ ടാക്കിൾ എന്നാണ് പറയുന്നത്. 2 പോയിന്റ് ആ ക്യാച്ച് ചെയ്ത ടീമിന് കിട്ടും. 3 പേര് 2 പേര് ഒരാൾ അങ്ങനെയുള്ള ടൈമിൽ ക്യാച്ച് ചെയ്താൽ 2 പോയിന്റ് കിട്ടും. കണ്ടില്ലേ, ഇപ്പം 3 പേരായി, ഒരാളും കൂടി അകത്ത് കയറി. അങ്ങനെ ആ ഒരു കളി വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പിടിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കളിയുടെ ഒരു രസം. ഇതിപ്പോൾ പോയിന്റ് എടുക്കാതെ പോയി കേട്ടോ, വെറുതെ ക്യാച്ചാവുണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ കളിയിൽ മാറിയും തിരിഞ്ഞും വരുന്ന കളിയുടെ ഓരോരോ ഏരിയകളാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ കാണുമ്പം അത് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പം പഠിച്ചു വരുന്ന പുതിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കബഡിക്ക് സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മീറ്റിൽ നിന്ന് മനസ്സിലാവുകയോ അത് സൂപ്പർ ക്യാച്ച് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, നിങ്ങൾ കളി കാണുക, ആസ്വദിക്കുക. ഇനി ലൈവായിട്ട് ആ ഒരു മാച്ച് മൊത്തത്തിൽ നമുക്കൊന്ന് ആസ്വദിക്കുക. ഒരുപാട് പേരുണ്ട് കളി കാണാനായിട്ട് ഇതിന് ചുറ്റും. പുറത്ത് നമ്മുടെ 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ കളി കാണാനായിട്ട്. അടിപൊളി കേട്ടോ. അയ്യോ കറക്റ്റ് ആ ലൈനിൻ്റെ അടുത്തുനിന്ന് ക്യാച്ച് ചെയ്തുകൊണ്ട് അയ്യോ ക്യാച്ചുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ടീമൊക്കെ പക്ക കോമ്പിനേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വാശിപ്പുറത്ത് തന്നെ നിന്ന് കളിക്കുവാണ്. കുറച്ചുകൂടി ആൾക്കാർ ടീമിനെ പരിചയപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഈ ഒന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ ഇതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റി ടീമായ ചാണക്യ കബഡി അക്കാഡമി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആൾക്കാർ, മെമ്പേഴ്സാണ് ഫുള്ള് വന്നിരിക്കുന്നത്. പ്രസിഡൻ്റ് അടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ടീമിനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് കബഡി പ്രേമികളുള്ള നാടാണ് നമ്മുടെ ഈ ഒരു പുത്തൻകുളം എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ ഒരുപാട് കബഡി ടൂർണമെൻറ്റുകളും മാച്ചസുകളും സ്റ്റേറ്റ് മീറ്റും ഒക്കെ നടത്തുന്ന ഒരു പ്രദേശമാണ് പുത്തൻകുളം. അവിടെ വീണ്ടും ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ജനപങ്കാളിത്തം കൂടി ഇവിടെ ഉണ്ട്. ഫൈനൽ മത്സരത്തിലെ മുഖ്യ അതിഥികളാണ് ചെയർമാൻ കബഡി ടെക്നിക്കൽ കമ്മിറ്റി സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി അടുത്തത് നമ്മുടെ വാശിയേറിയ ഫൈനലാണ് ആരംഭിക്കാൻ പോകുന്നത്. ഫൈനൽ മാച്ചിൽ കാസർഗോഡും പാലക്കാടുമായിട്ടാണ് അണ്ടർ 80 ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മാച്ച്. ഇവിടെ ഫൈനൽ തുടങ്ങിയേ ഉള്ളൂ കേട്ടോ, ഒന്ന് ലേറ്റായി. വക്കത്തുനിന്ന് ഞാൻ നമ്മുടെ ലാലുണ്ണനൊക്കെ കളി കാണാനായിട്ട് വന്നു, ഇതിപ്പം പോയതേ ഉള്ളൂ. മിനി ചേച്ചി വന്ന് കുറച്ച് നേരം കണ്ടിട്ട് പോയി. ഇവിടെ നാളെ മിക്കവാറും അവനെ പഠിക്കാൻ പോകണ്ട. രക്ഷപ്പെട്ടല്ലേ, നീ ആരെടുത്ത് പറഞ്ഞു? ശരി. കാസർഗോഡ് വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. അവർ ഒരു പിടുത്തവും കൊടുക്കാതെ കാസർഗോഡ് കിടിലമായിട്ട് കളിച്ചുകൊണ്ട് പോവുകയാണ്. നല്ല അടിപൊളി ടീമാണ് കേട്ടോ കാസർഗോഡ്. അവരാണ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത്. ഒരു കളി പോലും അവർക്ക് ടൈറ്റായിട്ട് വന്നിട്ടില്ല. അവർ വൺ സൈഡാണ് എല്ലാം ജയിച്ചത്. കാസർഗോഡ് 26 പോയിന്റ് നേടിയിരിക്കുകയാണ്. കാസർഗോഡ് 26, പാലക്കാട് 7.
ലാസ്റ്റ് 4 മിനിറ്റ്സ് എത്തിയിരിക്കുകയാണ്. കളി തീർന്നാൽ 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ ഈ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞു. അപ്പം കളി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. റഫറി വിസിൽ അടിക്കാൻ പോവുകയാണ്. വിസിലടിച്ചു. അങ്ങനെ കാസർഗോഡ് ഈസ് ദ ഫസ്റ്റ് അണ്ടർ 18 ചാമ്പ്യൻ. അങ്ങനെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ മാച്ചസ് ആയിരുന്നല്ലേ. ഇതിൻ്റെ പ്രശസ്ത ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. ഷോർട്സ് ഇതൊക്കെ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ പോലും ഫുൾ വീഡിയോ കാണണം. കണ്ടില്ലേ എന്തൊരു സന്തോഷം നോക്കിയേ. കളിയൊക്കെ തീർന്ന് ജയിച്ചതിൻ്റെ ആ ഒരു ആഹ്ലാദവും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ? അടിപൊളിയല്ലേ? കളി ഇന്നലെ ഇന്നും പൊളിച്ച്. ഇന്നലത്തെ അടിപൊളി. പിന്നെ പെൺപിള്ളേർ ജയിച്ച ടീമിന് മെഡലുണ്ട്. അപ്പം ജയിച്ച 2 ടീമിന് എന്ന് വെച്ചാൽ റണ്ണേഴ്സ് അപ്പിനും ഉണ്ട്, വിന്നറിനും ഉണ്ട്. ഇതിപ്പോൾ പാലക്കാടിനുള്ള മെഡലുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റണ്ണേഴ്സ് അപ്പിൻ്റെ മെഡലാണ്. ഇത് കാസർഗോഡ് ടീമാണ്. അടുത്തത് വിന്നേഴ്സിനുള്ള മെഡലാണ് കൊടുക്കുന്നത്. കാസർഗോഡ് ടീം മെഡൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇവരെ ഒന്ന് ചോദിക്കാം, കാസർഗോഡ് ടീമിനോടൊന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്, അവരുടെ വിജയത്തിന് ശേഷം എന്ത് തോന്നുന്നു എന്ന് നമുക്കൊന്ന് ചോദിക്കാം. അതും ഫസ്റ്റ് ടൈം ചാമ്പ്യന്മാരാണ് കാസർഗോഡത്തെ പിള്ളേർ. അടിപൊളി കളിയായിരുന്നു. നിങ്ങളെല്ലാവരും ഒരേ പ്ലേസ് ആണോ കാസർഗോഡ്? അല്ലല്ല, വേറെ 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 സ്ഥലം. എന്തോ ചെയ്യുന്നു? ഞാൻ +2. ഞാൻ +1. പേരെങ്ങനെ? സിദ്ധാർത്ഥ്. മോന്റെ വൈഷ്ണവ്. ശ്രീഹരി +1. കൗശിക്. വേറെയും കുറേ പേരുണ്ട്. അവരൊക്കെ മെഡലൊക്കെ ഇട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സൈഡിലൊക്കെ കുറേ പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് അണ്ടർ 80 ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തിരിക്കുന്ന കാസർഗോഡ് ഒരുപാട് സന്തോഷം. ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കിടുക്കാച്ചി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. ഈ ഒരു വീഡിയോ വിൻ ചെയ്ത നമ്മുടെ കാസർഗോഡ് ടീമിനൊപ്പം നിന്നാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഹാപ്പി ആയില്ലേ? നിങ്ങൾ ഹാപ്പി ആയില്ലേ? മെഡലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്, എല്ലാവരും മെഡലൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. കാസർഗോഡ് ടീമിനൊപ്പം സുകേഷ് സുകുമാരൻ signing you.